ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ അറിവിൽ ഇത് ഇവിടെ പറയപ്പെടുന്നത് ലൗക്കി എന്നാണ്, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നു. മലയാളത്തിൽ എന്താണ് എന്ന് എനിക്ക് കറക്റ്റ് അങ്ങ് അത്ര വലിയ പിടിയില്ല. ഇത് ഇങ്ങനെ ഗോളായിട്ടും കിട്ടും, അതുപോലെ ഇതുപോലെ നമ്മുടെ ബോട്ടിൽ പോലെ തന്നെ വലുതായിട്ട് നീളത്തിലും ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു സബ്ജിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ലോക്കിയുടെ സബ്ജിയാണ് ഇന്നത്തേത്. സബ്ജി എന്ന് പറഞ്ഞാൽ കറി എന്നാണ്, ഹിന്ദിയിൽ സബ്ജി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വലിയൊരു ലോക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ലോക്കലായിട്ട് ഇവിടെ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, കദു എന്നും പറയാറുണ്ട്. കദു ഇനി വേറെ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഒരു പിടുത്തമില്ല കേട്ടോ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു കറിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, നമ്മുടെ എന്താ പറയുന്നത് പീച്ചിങ്ങൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ. അപ്പം അകത്ത് കളഞ്ഞും വെക്കുന്നവരുണ്ട്, കളയാതെയും വെക്കുന്നവരുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ കളഞ്ഞങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിച്ച് അകത്തെ ആ പഞ്ഞി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതുപോലെ തന്നെ അതിൻ്റെ കരിന്തൊളിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് ഫസ്റ്റ്. നമ്മളതാണ് ചെയ്തത്. അപ്പം ഞാനിവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 സവോളയും അതേപോലെ തന്നെ കുറച്ച് രണ്ട് മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും കൊണ്ട് അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം. ഒന്നെങ്കിൽ കൈയും കൊണ്ട് അരിയാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണേലും എടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടുതലായിരിക്കും, വെള്ളം കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പം നമ്മൾ നല്ല പോലെ അത് പിഴിഞ്ഞൊക്കെ എടുക്കേണ്ടി വരും. അപ്പം പിന്നെ ഞാൻ അതിന് നിൽക്കാതെ ഞാൻ കൈയും കൊണ്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ അത് നല്ല പോലെ കൈയും കൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു മീഡിയം സൈസ് മതി കേട്ടോ, ഒത്തിരി ചെറുതാക്കണ്ട, ഒത്തിരി വലുതാക്കണ്ട. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ചെറിയതായിട്ട് അരിയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിയാം, അതല്ല കുറച്ചുകൂടി വലുതാക്കാനാണെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം കൂടി ഒന്ന് ഒന്ന് അരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി എത്രയാണോ സവാള, ഞാൻ പിന്നെ 2 സവാള അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ, 1 സവാളയാണേലും ഓക്കെയാണ്. അപ്പോൾ ഞാൻ 2 സവാള നല്ല അതേപോലെ തന്നെ സ്ലൈസായിട്ട് കുഞ്ഞാക്കി അരിയുന്നുണ്ട്. എന്നും വെച്ച് കട്ടി കുറച്ചാണ്, വലിപ്പത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, കട്ടി കുറച്ച് ഒന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 മുളകും കൂടി അരിഞ്ഞിട്ടാൽ നമ്മുടെ ഇവിടെ അരിയൽ പരിപാടിയൊക്കെ തീർന്നു. ഇനി അങ്ങോട്ട് കറി അങ്ങോട്ട് വെച്ചാൽ മതി. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ ഗരം മസാല അങ്ങനെ മസാലകളൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്കും അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അതല്ല എങ്കിൽ തേങ്ങ ഇട്ട് വെച്ചാൽ നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, തേങ്ങ ഇട്ട് വെച്ച് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ എല്ലാം റെഡിയാക്കി. ഇനി നമ്മൾ കടുകിടുക, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകവും കൂടി ഞാൻ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഉള്ളി സവോളയും അതേപോലെ എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക, ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് അങ്ങ് ഒതുങ്ങിപ്പോവും. പെട്ടെന്നല്ല, കുറച്ച് സമയം മീൻസ് നമ്മൾ വെക്കുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കറി ആയി കഴിയുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചു. ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം നല്ലപോലെയല്ല, ഒരുവിധം ഒന്ന് വേവിച്ച് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആ ജീരകവും കൂടി ഇടുമ്പോൾ ആ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കറിയെ. അങ്ങനെ നമ്മുടെ കറിക്കകത്തുനിന്ന് വെള്ളമൊക്കെ എങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഉപ്പിട്ടു, മഞ്ഞളിട്ടു, അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ഇട്ടു, മുളക് പൊടി ആവശ്യത്തിന് ഇടാം. ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ ചിക്കൻ മസാലയോ ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ആ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. അപ്പം അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് മൂടി വെച്ച് വേവുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഒത്തിരി ഹൈ ഫ്ലെയിമിലിടരുത്, കരിഞ്ഞു പോകും. അപ്പം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം. ഇത് കണ്ടോ, കുറച്ച് കൂടി വെള്ളം അതിനകത്തുനിന്ന് വന്ന് ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വെള്ളം കുറച്ചും കൂടി കൂടുതൽ വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാനത് ലോ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. വേവ് നിങ്ങൾ എടുത്തെടുത്ത് നോക്കുക. പിന്നെ അതിനകത്ത് നിന്ന് ആ ഓയിലൊക്കെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ ഒന്ന് മുകളിൽ ഇങ്ങനെയൊക്കെ തെളിഞ്ഞ് വരും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പരുവം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒത്തിരി വറ്റിക്കാനായിട്ട് നിന്നില്ല. ഞാൻ ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ കുറച്ച് ചാറിലാണ് ഞാൻ അങ്ങ് എടുത്തത്. ചാറെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നത്, കറി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അധികം പണിയൊന്നുമില്ല. പിന്നെ ചോറിനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ കറിയാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോസും എൻ്റെ ഈ സംസാരമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്.